കൂട്ടടാ, എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉള്ള കാര്യം കുറച്ച് പേർക്കൊന്നും അറിയില്ല. ഇതാണ് എൻ്റെ ട്വിൻ സിസ്റ്റർ. അവളെ കാണാൻ പോകുന്ന പോക്കാണിത്. പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ചീപ്പ് ഷോ. ഫ്ലവർ ഷോപ്പിൽ കയറി ഒരു ബൊക്കയുടെ വില ചോദിച്ചപ്പോഴേക്കും ഞങ്ങളൊന്ന് കണ്ണു തള്ളി. 20 euro ആണ് അവർ പറഞ്ഞത്. സോ ഞങ്ങൾ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓഫ്ലാൻഡിൽ പോയി 2 ബണ്ടിൽ റോസ് മേടിച്ചു. വെറും 4. നീ പേപ്പർ മേടിച്ചു. ഇത് ഒരുപാട് പേപ്പർ വരുന്നുണ്ട്. ഇതിനാകെ 2-3 euro ആയിട്ട്. എല്ലാ സാധനവും നമ്മുടെ കയ്യിലുള്ള സ്ഥിതിക്ക് പൂവെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഈ പേപ്പറിന് നടുക്കോട്ട് വെച്ച് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കെ. പിന്നെ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് താഴെ ഒരു ബോയും കൂടി വെച്ചു. എന്നിട്ട് ഒരുങ്ങി ഇറങ്ങി ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. പൂവവിടെ കൊണ്ടുവന്നില്ല, മറന്നുപോയി. ഞാൻ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ പിന്നെ വണ്ടി കയറി തിരിച്ച് വീട്ടിൽ പോയി. കൊണ്ടുവന്നു ഗൈസ്. കിട്ടി ഇപ്പൊ കിട്ടി. ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോന്റെ കൊച്ചിനെ ഞാൻ പേരിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കൊച്ചിന്റെ പേര് ടുക്കുടു, ഒരു കൊച്ചിന്റെ പേര് ചുക്കുടു, ഒരു കൊച്ചിന്റെ പേര് കുടുക്കേഷ്. അങ്ങനെ കൊച്ചിന്റെ പേരൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും അവൾ വരുന്ന ഫ്ലൈറ്റ് മാത്രം ഡിലേ ആയി. അവൾ വരുന്നത് ലാറ്റ്വിയയിലും ഞാൻ ജർമ്മനിയിലുമാണ് ഉള്ളത്. അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും ഞണ്ണാൻ തിന്നാൻ. അവളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇരിപ്പുറങ്ങുന്നുണ്ടായിരുന്നില്ല. 10 മിനിറ്റ് ആയിട്ടും ആളെ കാണാത്തപ്പോഴേക്കും എനിക്ക് തന്നെ ടെൻഷനായി. കാരണം ഫ്ലൈറ്റ് ഇറങ്ങിയ ആദ്യം പൈലറ്റിനേക്കാളും മുമ്പ് ഓടി വരുന്ന അവളാണ്. ഞങ്ങൾ ജനിച്ചിട്ട് ഇതേവരെ +2 ഞങ്ങളുടെ ടീച്ചേഴ്സും ഹെഡ് മിസ്ട്രസും കാരണം അല്ലാണ്ട് ഞങ്ങൾ ഇതേവരെ പിരിഞ്ഞിരുന്നു. ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ടാണ് 2 രാജ്യത്തേക്ക് പോകാൻ എന്നുള്ള തീരുമാനം എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ജർമ്മനിയിലാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ലച്ചുവിന് ഇഷ്ടപ്പെട്ട കോഴ്സ് ലച്ചുവിന് ലാറ്റ്വിയയിലാണ്. അങ്ങനെ ആ കൊണ്ടുവന്ന പൂ അപ്പൊ തന്നെ അവളെ നശിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ പിന്നെ കുരുത്തക്കേടിന് കയ്യും കാലം വെച്ച ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വലിയ പുത്തരി ആയിരുന്നില്ല. ഞങ്ങൾ പിന്നെ അത് കെട്ടിയെടുത്തു. എത്ര നാള് കഴിഞ്ഞിട്ട് കാണുന്നറിയ 1.5 കൊല്ലം ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. നോക്ക്, ഫേസ് നോക്ക്, കണ്ടോ ഒരുപോലെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ അവള് രാവിലെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്താനായിട്ട് 10 മണിക്കൂർ എടുക്കുന്ന രാജ്യത്തേക്കാണ് അവൾ വന്നിരിക്കുന്നത്. ആ സമയത്ത് അവൾ 12 മണി രാത്രിയിലാണ് വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 5 മണി രാവിലെ. ജർമ്മനിയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ട്രൈ ചെയ്യേണ്ടത് ബ്രെഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് ബ്രെഡ് മേടിച്ചു. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ നല്ല ഉറക്കായിരുന്നെങ്കിലും എനിക്കും അവക്കും വിശേഷമൊന്നും പറഞ്ഞ് തീർന്നേ. പിന്നെ അതിഥി തൊഴിലാളികളെ പോലെ ട്രെയിൻ കാത്തിരിക്കുന്ന ഇരിപ്പാണ്. അങ്ങനെ വീട്ടിൽ വന്ന് നല്ല ഒന്നാന്തരം ബിരിയാണി അങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശരിയായത്. അപ്പൊ അത്രേ ഉള്ളൂ. ഡുയി